ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പാസ്റ്റർ കെ.സി. ചാക്കോയുമായിട്ടുള്ള സംഭാഷണം തുടരുകയാണ്. പാസ്റ്റർ കെ.സി. ചാക്കോ അമേരിക്കയിൽ ഹൂസ്റ്റണിൽ ബഥേൽ IPC സഭയുടെ ശുശ്രൂഷകനാണ്. IPCയുടെ മിഡ് വെസ്റ്റ് റീജിയൻ്റെ പ്രസിഡൻ്റായിരുന്നു. നല്ലൊരു തിയോളജിയനും പ്രസംഗകനും എഴുത്തുകാരനുമൊക്കെയാണ്. അദ്ദേഹം IPCയെക്കുറിച്ച് വളരെ ആഴത്തിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്നും അത് ആത്മീയമായി എന്താണ് IPCക്ക് സംഭവിച്ചിരിക്കുന്ന പരാജയത്തിൻ്റെ കാരണങ്ങളെന്നും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോട് വിശദമായി സംസാരിച്ചു. ഈ എപ്പിസോഡിൽ അദ്ദേഹം തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം തന്നെ നടത്തിയ വിധങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ചും താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷാപരമായ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളോട് സംസാരിക്കുന്നു. ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യാം പാസ്റ്റർ കെ.സി. ചാക്കോയെ. എന്നുവെച്ചാൽ നമ്മൾ IPCയെക്കുറിച്ച് സുദീർഘമായിട്ട് സംസാരിച്ചു. IPC ഒരു പുതിയ രീതിയിൽ ദൈവം അതിനെ മാറ്റിയെടുക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ. 50-ലധികം വർഷമായി കേരളം വിട്ടിട്ട്. പാലക്കാടായിരുന്നു ബാല്യം, അല്ലേ? ശരിക്കും ചിറ്റാർ ആണ് സ്വദേശം. ആദ്യം അസംബ്ലീസ് ഓഫ് ഗോഡുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിലായിരുന്നു. അതിനുശേഷമാണ് IPCയിലേക്ക് വരുന്നത്. അതൊക്കെ തന്നെ ബാല്യകാലത്ത് സംഭവിച്ച കാര്യങ്ങൾ. ഓക്കെ. ഈ ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഞാൻ ഒരു CPM പെയ്ത്തോവിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീടുണ്ടായിരുന്നു. എൻ്റെ അമ്മ ഒരു ഭക്തയായ മർത്തോമക്കാരിയായിരുന്നു. അച്ചായൻ യാക്കോബക്കാരനായിരുന്നു. അപ്പോൾ അച്ചായന് ഈ ആത്മീയ കാര്യത്തിൽ ഇഷ്ടമില്ലെങ്കിലും അമ്മ ഞങ്ങളെ ഈ ഉച്ചയ്ക്കുള്ള സൺഡേ സ്കൂളും പറഞ്ഞു വിടുമായിരുന്നു. ഞങ്ങൾ 8 ഒരു പെണ്ണുമാണ്. അപ്പം അമ്മ ഈ ആമ്പിള്ളാരെല്ലാം കൂടെ തല്ലി വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി അടുത്ത സൺഡേ സ്കൂളിൽ പറഞ്ഞു വിട്ടു. അങ്ങനെ സൺഡേ സ്കൂളിൽ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അച്ചായനൊരു വലിയ രോഗം വന്നു. അതിനെ ആരോ പാസ്റ്റർമാർ വന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ സൗഖ്യത്തിലേക്ക് വരികയും ചെയ്തതുകൊണ്ട് അച്ചാനൊരു കൺവേർഷനും അമ്മ ആയിക്ക് പഴയുള്ള ആത്മീയ ജീവിതം, അങ്ങനെ അവരെ രണ്ടുപേരും രക്ഷിക്കപ്പെട്ട് കൊട്ടാരക്കര പോയി സ്നാനപ്പെട്ടത് CPMൽ. അതെ. അത് കഴിഞ്ഞുകൊണ്ട് അച്ചായൻ എന്തോ മരുന്നെടുത്തെന്നും പറഞ്ഞ് അവർ കത്രമേശ കൊടുക്കാഞ്ഞതുകൊണ്ട് അന്ന് ചിറ്റാറ്റിലെ മറ്റ് സഭകളൊന്നും കാര്യമായിട്ടില്ല അഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു ആരാധന തുടങ്ങി അസംബ്ലീസിൻ്റെ. അങ്ങനെ 3 വർഷം 64 തൊട്ട് 67 വരെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. ഞങ്ങൾ പിന്നെ പാലക്കാട്ടേക്ക് പോകുന്നിടം വരെ അങ്ങനെ അസംബ്ലീസോഡിലായിരുന്നു. പാലക്കാട്ടേക്ക് അന്ന് സാധാരണ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ കുടിയേറുന്ന പോലെ കുടിയേറിയെന്നുള്ളത്. അങ്ങനെ പോയപ്പോൾ അസംബ്ലീസോഡിന് ചുറ്റാറ്റൊരു സഭയൊക്കെ അച്ചായൻ്റെ നേതൃത്വത്തിൽ പണിയൊക്കെ ചെയ്തു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പാലക്കാട് പോയപ്പോൾ അവിടെ സഭകളൊന്നുമില്ലായിരുന്നു. ആദ്യകാലങ്ങളിൽ CPMൽ സഭായത്തിന് പോകുമായിരുന്നു. പിന്നെ അന്വേഷിച്ചപ്പോൾ IPCക്ക് താല്പര്യമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പറമ്പിൽ ഒരല്പം സ്ഥലം കൊടുത്ത് ഒരു ഹോളും വെച്ച് ഇപ്പോഴും പ്ലാപ്പറ്റയിൽ ഒരു IPC സഭയുണ്ട്. അന്ന് മുതൽ ഞാൻ 67 തുടങ്ങി ഞങ്ങൾ IPCക്കാരാണ്. എല്ലാവരും IPCയിലായതിൻ്റെ മെമ്പർഷിപ്പ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ഈ ഇവിടെയുള്ള AC ജോർച്ചാനും വേറെ ഒരു പാസ്റ്ററും കൂടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചു. അങ്ങനെ എനിക്ക് കൃപകളും വരങ്ങളും ദൈവം തന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന അനേക രോഗികൾ സൗഖ്യമായി. അങ്ങനെയായപ്പോൾ എനിക്കൊരു സുവിശേഷ വേലയോട് ഒരു താല്പര്യം തോന്നി. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ വർഷം തന്നെ പിന്നെ ശാലയും ബൈബിൾ സ്കൂൾ വടവാതൂരുള്ള ഫിലിസാറിൻ്റെ അവിടെ പോയി 2 വർഷം പഠിക്കാനായിട്ട് തീരുമാനിച്ചു. അവിടെ അന്ന് 6 മാസമേ ഉള്ളൂ ബൈബിൾ സ്റ്റഡീസ്. അത് കഴിഞ്ഞപ്പം അന്ന് കുമളിയിലാണ് കൊല്ലാട്ട് ചാക്കോച്ചാൻ്റെ ബൈബിൾ സ്കൂൾ. അവരുടെ ആദ്യത്തെ ബാച്ചിൽ ഞാൻ പോയി. അവിടെയും 2 വർഷം, ഈ 6 മാസമാണ്. അങ്ങനെ പഠിച്ച് ഇപ്പോൾ കോഴിക്കോടിൻ്റെ സെൻട്രൽ ഭാഷയായിരിക്കുന്ന ബാബു എബ്രാം പാസ്റ്ററും ഞാനും കൂടെ തലയോലപ്പറമ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ക്യാപ്റ്റൻ സാമേൽ കാശ്മീരിലേക്ക് പുള്ളി ക്യാപ്റ്റനായി പോവുകയും അവിടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു പാസ്റ്റർമാരെ ആവശ്യമുണ്ടെന്ന് ഫിലിപ്പ് സാറിനോട് പറഞ്ഞ് വേറെ ചിലർ പോകാനായിട്ട് തീരുമാനിച്ചു. എനിക്കാകെ 18 വയസ്സ് കഴിഞ്ഞതേ ഉണ്ടായിരുന്നു. അപ്പോൾ ആരും പോയില്ല. അപ്പം പുള്ളി ആകെ വിഷമിച്ച് എന്നോട് പറഞ്ഞു, രാജു ഇവന്മാരെല്ലാം എന്നെ പറ്റിച്ചു, ആരും പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോകാമെന്ന്. അങ്ങനെ ഞാൻ 19 വയസ്സ് തികയുന്നതിന് മുൻപേ കാശ്മീരിൽ ഗഡി എന്ന സ്ഥലത്തേക്ക് സുവിശേഷ വേലയ്ക്ക് ചെയ്യുന്നു. ക്യാപ്റ്റൻ സാബിൽ അവിടുത്തെ ഒരു മെമ്പറാണ്, പക്ഷേ പുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ അവിടെ ഒരു സഭ സ്ഥാപിക്കുന്നതിന് ഞാനും കാര്യമായ പങ്കാളിത്തം സ്ഥാപിച്ചു. പുള്ളി അന്ന് ക്യാപ്റ്റനാണ്. പുള്ളി ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു അസുഖമൊക്കെ വന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി പുള്ളി രാജിവെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാജിവെച്ച് തിരിച്ചു വരുമ്പോൾ എന്നോട് പറഞ്ഞു,
രാജു നീ ഇവിടെ നില്ലേ, പാസ്റ്ററായി തുടരെ, ഞാൻ രാജിവെച്ച് നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ തൻ്റെ ഈ മിലിറ്ററി റൂള് എനിക്ക് പിടിക്കാഞ്ഞതുകൊണ്ട് ഞാനവിടെ വിട്ടുപോകാൻ തീരുമാനിച്ചു. വിട്ടുപോയി ബാംഗ്ലൂരിലുള്ള ബെറിയൻ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടി. ആ സമയത്ത് എൻ്റെ സഭയുടെ ചാർജ് എടുക്കാൻ വേണ്ടി വന്നതാണ് പാസ്റ്റർ ജേക്കബ് ജോണും മറ്റ് 1-2 പേരും കൂടെ. ഓ അത് ശരി, അങ്ങനെ ഒരു സ്റ്റോറി. അങ്ങനെ ഒരു സ്റ്റോറിയുണ്ട്. അപ്പം ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്ററായി തുടർന്നത് പാസ്റ്റർ ജേക്കബ് ജോണാണ്. അപ്പോൾ ആ കാലം തൊട്ട് ഞാൻ ശുശ്രൂഷയില്ല. പിന്നെ ഞാൻ 75 മുതൽ 79 വരെ ബെറിയൻ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജ് പഠിപ്പിക്കുകയും 79 മുതൽ 83 വരെ മാവേലിക്കരെ ഉള്ള PJ ദാനിസാറിൻ്റെ ബൈബിൾ സ്കൂളിലും പാസ്റ്റർ KC ജോൺ നടത്തിയ ബൈബിൾ സ്കൂളിലും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നത്. അമേരിക്കയ്ക്ക് 84 പോകുന്നത്. അമേരിക്കയിൽ ചെന്ന് ആദ്യത്തെ 6 മാസം നമ്മുടെ സ്റ്റുഡൻ്റ് ആയിട്ടാണ് പോകുന്നത്? അല്ല, എൻ്റെ പെങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇമിഗ്രൻ്റ് ആയിട്ടാണ് പോയത്. ഇമിഗ്രൻ്റ് ആയിട്ട് പോയി നിലനിൽപ്പിന് വേണ്ടി 6 മാസം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്ന് വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചത് സെലിനെയാണ്. സെലിന് കത്തോലിക്കയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു വന്നു. സുവിശേഷ വേലയ്ക്ക് വളരെ താല്പര്യമായിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ സെലിനെ വിവാഹം കഴിച്ച് തിരിച്ചു പോയപ്പോൾ എനിക്ക് എൻസഫലൈറ്റിസ് എന്ന് പറഞ്ഞ വലിയൊരു രോഗം വന്നു. ആ രോഗത്തിൽ എൻ്റെ കണ്ണ് കാണാതായി, സ്പീച്ച് നഷ്ടപ്പെട്ടു, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ ഞാൻ മരിച്ചു പോകുമെന്ന് ഡോക്ടർ ശ്രുതി എഴുതി. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ പെങ്ങൾ പറഞ്ഞു ഇവൻ്റെ ഭാര്യ ഒരു നേഴ്സാണ്, അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പേ വന്നുള്ള ശുശ്രൂഷ ചെയ്യാൻ വന്നാൽ കൊള്ളാമെന്ന അഭിപ്രായം ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടറോട് കത്ത് കൊടുത്തു. ആ കത്തിൻ്റെ കെയർ ഓഫിൽ പിറ്റേ ദിവസം സെലിൻ വീസ കിട്ടി അവിടെ വന്നു. അങ്ങനെയാണ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രത്യേകിച്ച് ഞാനിങ്ങനെ ജോലി ചെയ്ത് ജീവിക്കാൻ പാടില്ല, കാരണം അമേരിക്കയിൽ വേറെ മാർഗമില്ലല്ലോ ജീവിക്കാൻ. അപ്പോൾ ഞാൻ വിശ്വാസത്താൽ ജോലി രാജിവെച്ചു. സെലിൻ വിസിറ്റിംഗ് വീസ ഇല്ല, ജോലി ചെയ്യാൻ പറ്റത്തില്ല, വീസ ഇല്ല. അത് പിന്നെ ഇവിടെ ഫയൽ ചെയ്തിരുന്നത് കൊണ്ട് ഇനി അതെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് എല്ലാം വരുമ്പോൾ ഒരുപാട് നാളെടുക്കും. ഏതായാലും ഞാൻ വെസ്റ്റ്മിൻസ്റ്റർ തിയോളജിക്കൽ കോളേജിൽ പഠിച്ചു. മാസ്റ്റേഴ്സ് കഴിഞ്ഞു, ഡോക്ടറേറ്റ് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ന്യൂജേഴ്സിയിൽ 1-2 പേര് എന്നെ വിളിച്ചു. അവിടെ പോയി ഒരു പ്രവർത്തനം ആരംഭിക്കാമോ. അങ്ങനെ എലിസബത്തിൽ ഞാനൊരു പ്രവർത്തനം ആരംഭിച്ചു. അതൊരു 10-40 ഫാമിലിയോളം ആയപ്പോൾ ഞാൻ ഡോക്ടറേറ്റ് പഠിക്കാൻ വേണ്ടി തിരിച്ച് വേറൊരാളെ സഭാ ചാർജ് ഏൽപ്പിച്ചിട്ട് ഫിലദൽഫിയയ്ക്ക് മടങ്ങി വന്നു. അവിടെ വെച്ച് എൻ്റെ കോഴ്സുകൾ കഴിഞ്ഞപ്പോഴാണ് കാനഡയിൽ ഒരു 10-14 പേര് കൂടി സയോൺ ഗോസ്പൽ അസംബ്ലിയിൽ നിന്ന് മാറിക്കൂടിയവരാണ്. അവരെന്നെ വിളിച്ചു, അവിടേക്ക് ചെല്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു വീടുണ്ട്. ഞാൻ ന്യൂജേഴ്സിയിലെ പാസ്റ്ററായിരുന്നാൽ ചെറിയ പാർട്ട് ടൈം പാസ്റ്റർ എന്നുള്ള നിലയിൽ ശമ്പളമുണ്ട്. സെല്ലിന് ഫുൾ ടൈം നേഴ്സായിട്ട് ജോലിയുണ്ട്. അത് വിട്ടുപോകുന്നത് കാനഡയ്ക്ക് പോകുമ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ആ കൊച്ചു സഭയാണ്, അവർക്ക് വലിയ പ്രാപ്തിയില്ല. അപ്പം എല്ലാവരും എന്നെ വിലക്കി. എൻ്റെ പേരൻസും എൻ്റെ സഹോദരിയും ഒക്കെ പറഞ്ഞു നീ പൊട്ടത്തരമാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് ജോലി സെല്ലിനെ രാജിവെച്ച് ഞങ്ങളവിടെ പോയി 7 വർഷം കൊണ്ടാണ് കേരള ക്രിസ്ത്യൻ അസംബ്ലി ഇന്നത്തെ നിലയിലെ വന്നില്ലെങ്കിലും നല്ലൊരു അടിസ്ഥാനമിട്ട് എല്ലാ കാര്യവും ശരിയാക്കിയിരിക്കുമ്പോഴാണ് സെല്ലിന് ക്യാൻസർ വരുന്നത്. അങ്ങനെ സെല്ലിന് ക്യാൻസർ വരുന്നതിന് മുമ്പേ ഞാൻ വാക്ക് കൊടുത്തിരുന്നു ഹെബ്രോൺ IPC ഹൂസ്റ്റണിലുള്ള ചർച്ചിൽ ചാർജ് ഏൽക്കാമെന്ന്. അവരോട് ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് സിക്കാണ്, നിങ്ങൾ വേറെ ആരെയും നോക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, വരാൻ പറഞ്ഞു. അങ്ങനെ ഹെബ്രോണിൽ ഞാൻ 7 വർഷം പാസ്റ്ററായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ സഭാ ചാർജ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ രാജിവെച്ചു, പുറത്തു വന്ന് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ 7 പേരിൽ തുടങ്ങിയ ഒരു സഭയാണ് ഇപ്പോൾ എൻ്റെ സഭ. 150 പേരേ ഉള്ളൂ. സന്തോഷമായി പോകുന്ന ഒരു കൊച്ചു സഭയാണ്. അതാണ് എൻ്റെ ആകെത്തുക. ഞാൻ അന്ന് തൊട്ട് സുവിശേഷ വേലയിലാണ്. ആകെ 6 മാസമേ ജോലി ചെയ്തിട്ടുള്ളൂ. കർത്താവ് എന്നെ എല്ലാ നിലകളിലും സഹായിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, എൻ്റെ വീട്ടിൽ ഞാൻ 7ാമത്തെയാണ്. ഞാനാണ് പഠിത്തത്തിലും കഴിവിലും ഒക്കെ കുറഞ്ഞവൻ. അപ്പോൾ എന്നെ സുവിശേഷ വേലയ്ക്ക് വിടാൻ എൻ്റെ പേരൻസിനോ മറ്റുള്ളവർക്കോ സന്തോഷമില്ല. കാരണം ഞാൻ ജയിക്കുമെന്ന് അവർക്കൊരു വിശ്വാസവുമില്ല. എൻ്റെ അനുജനെയാണ് അവർ ബൈബിൾ സ്കൂളിൽ മനസ്സോട് വിട്ടത്. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ഈ ഭാരമുണ്ടായിരുന്നു. ദൈവം എനിക്കൊരു കൃപ തന്നിരുന്നു. അപ്പോൾ ഞാൻ വളരെ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അമ്മ CPM-ൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഒരുപാട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനാ സ്വഭാവം ദൈവം എനിക്കും തന്നു. ഞാൻ വളരെ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് കഴിവൊന്നുമില്ല,
എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവം ഞാൻ ശാലേം ബൈബിൾ സ്കൂളിൽ വന്നപ്പോൾ എന്നേക്കാൾ മിടുമിടുക്കന്മാരായി BA-ക്കാരുണ്ട്, MSc-ക്കാരുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ TG ഉമ്മച്ചനപ്പച്ചൻ്റെയും ഫിലിപ്സാറിൻ്റെയും TP വർഗീസ് പാസ്റ്ററുടെയും അങ്ങനെ അവിടെയുള്ളവരുടെ എല്ലാം ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ആകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്താൽ നമുക്ക് കാര്യങ്ങൾ സാധിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കാശ്മീരിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പഠിപ്പും പരിജ്ഞാനവും കുറവാണെന്ന്. അങ്ങനെയാണ് ഞാൻ ബാപ്റ്റിസ്റ്റ് കോളേജിലേക്ക് പഠിക്കാൻ പോയത്. അവിടെയും ദൈവം എന്നെ മാനിച്ചു. എനിക്ക് BTH എടുക്കുവാനും BRE എടുക്കുവാനും BD എടുക്കുവാനും കർത്താവ് സഹായിച്ചു. അതേ സമയത്ത് തന്നെ ഞാൻ മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ സോഷ്യോളജി BA എഴുതിയെടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് വെസ്റ്റ്മിൻസ്റ്ററിൽ അഡ്മിഷൻ കിട്ടിയത്. ഈ സെക്കുലർ കോളേജ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് വെസ്റ്റ്മിൻസ്റ്റർ പഠിക്കാൻ പറ്റിയത്. അവിടെയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അമേരിക്കയിലെ ഒരു കുടുംബവുമായിട്ട് സെലിൻ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം, ഗ്രീക്ക് പഠിക്കണം, ഹീബ്രു പഠിക്കണം, ലാറ്റിനോ ഫ്രഞ്ചോ ജർമ്മനോ ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കണം. പക്ഷേ ഞാൻ ഫ്രഞ്ചാണ് തിരഞ്ഞെടുത്ത്. ഇതെല്ലാം തത്തമ്മയെ പൂച്ച എന്ന് പറയുന്നത് പോലെ ഡോക്ടറേറ്റ് ലെവലിൽ പഠിക്കണം, അല്ലാതെ പ്രിലിമിനറി പഠിച്ചാൽ പോരാ. ആ ലെവലിൽ പഠിക്കാനും ഈ അസൈൻമെൻ്റ് എല്ലാം എഴുതാനും ഈ വെസ്റ്റ്മിൻസ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ടഫായൊരു സെമിനാരിയാണ്. അവിടെ പഠിച്ചതാണ് നമ്മുടെ അസംബ്ലിസോഡിലെ ഉണ്ടായിരുന്ന AC ജോർജ് പാസ്റ്റർ, TP വർഗീസ്, PP തോമസ്, എല്ലാവരും അവിടെ പഠിച്ചത്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സെമിനാരിയാണ്. അവിടെയൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചു എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഒരിക്കലും തോറ്റിട്ടുമില്ല. അവിടെ ഒരു B- താഴെ വരുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ അവർ അനുവദിക്കത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സെമിനാരി പഠിക്കാൻ ദൈവം എനിക്ക് ബുദ്ധി തന്നു. ഞാൻ വിശ്വാസത്തോടുകൂടെ എൻ്റെ ജോലി വിട്ടിട്ട് പഠിക്കാൻ പോയി. അന്ന് സെലിന് വീസ ഇല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനോടും ഒരു പൈസ പോലും ഒരു ചർച്ചിൽ പോകുവാനോ പ്രസംഗിക്കുവാനോ സാക്ഷ്യം പറയുവാനോ ഇടയാക്കാതെ ദൈവം വഴി തുറന്ന് ധാരാളം പണം പഠിക്കാൻ എനിക്ക് ദൈവം തന്നു. അത് മലയാളികളൊന്നുമല്ല, ദൈവം ആരോടെങ്കിലും പറയും. അങ്ങനെ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ പഠനമെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞാൻ 7 വർഷം ഈ കാനഡയിൽ പോകുന്ന ഉടനെ സെല്ലിന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് മറ്റൊരു രാജ്യം, അവിടുത്തെ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട്. അവിടെയും കർത്താവ് എന്നെ മാനിച്ചു. അപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. മരിച്ചു പോകുന്ന ഡോക്ടർ പറഞ്ഞു, പണമില്ല, നീ വല്ല പ്രൊഫഷണലായി പഠിച്ചിട്ട് വല്ല ഹൈസ്കൂളിൽ പോയാൽ മതി എന്ന് എൻ്റെ പെങ്ങളും എൻ്റെ മൂത്തവരും ഒക്കെ എന്നെ ഉപദേശിച്ചു. പക്ഷെ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം എല്ലാ നിലകളിലും ഒരു കുഴപ്പവും കൂടാതെ ഇന്ന് വരെ എന്നെ നടത്തി. അതുമാത്രമല്ല, ഈ സെലിന് അതിനിടയ്ക്ക് ക്യാൻസർ വന്ന് സെലിൻ ജീവിച്ചപ്പോൾ സെലിനൊരു തീരുമാനമെടുത്തു. ഞങ്ങൾ രണ്ടും പണം ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ ഒരാളുടെ പണം മെഷീന് കൊടുക്കുമെന്ന്. അങ്ങനെ സെലിൻ്റെ തീരുമാനം എൻ്റെ തീരുമാനമല്ല. അത് ഞാനതിനെ അംഗീകരിച്ച് സെലിൻ പിന്നെ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ബംഗാളിൽ പോയി ഓരോ സഭകൾ തുടങ്ങി. ബംഗാളിൽ അന്ന് ഒരു ബംഗാൾ തിരഞ്ഞെടുക്കാൻ എന്തോ കാരണം സെലിൻ്റെ ആങ്ങളെ അവിടെ ഒരു പിന്നെ സ്കൂൾ നടത്തുന്നുണ്ട്. അത് 12ാം ക്ലാസ് വരെയുള്ള നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. പുള്ളി അച്ഛൻ പട്ടത്തിന് പോയതാണ്. അവിടെ എന്നിരിക്കുന്ന കാലത്തെ എങ്ങനെയോ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് പുള്ളി സ്കൂളിൻ്റെ ചുമതലക്കാരനായിരുന്നു, കാത്തലിക്സിലായിരുന്ന കാലത്ത്. അങ്ങനെ പോയി അവിടെ ഒരു സ്കൂൾ തുടങ്ങി. നല്ല സ്കൂളാണ്, 1000-ലധികം സ്റ്റുഡൻസ് ഇന്നുകൊണ്ട്. അത് മാൽഡ ഡിസ്ട്രിക്റ്റിലെ സാംസി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ പുള്ളിയെ കാണാൻ പോയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ആത്മഭാരം ഉണ്ടാകുന്നത്. അങ്ങനെ ആ സ്കൂളിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഞങ്ങൾ ഒരു സഭ 1, 2, 3 ഇങ്ങനെ 70 സഭകൾ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങി, ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി, പല സ്ഥലങ്ങളിൽ വസ്തു വാങ്ങി, ഹോള് വെച്ചു, പിന്നെ കിണർ കുഴിച്ചു. അത് അവിടെ കിണറുള്ളത് കുഴൽ കിണറാണ്. അതിലെ വെള്ളമൊന്നും അത്ര നല്ലതല്ല. നമ്മൾ കുഴിക്കുന്ന വെള്ളം പുത്തനായതുകൊണ്ട് ധാരാളം നല്ല വാട്ടർ കിട്ടുന്നതുകൊണ്ട് ആൾക്കാരെ നമ്മളൊരു സ്നേഹവും കരുണയും കാണിച്ച് അങ്ങനെ 70 സഭയുണ്ടാക്കി. 5 വർഷം സപ്പോർട്ട് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. 10 വരെ ചെയ്യാമെന്ന് ഞാൻ പിന്നെ തീരുമാനിച്ചു. 12ാമത്തെ വർഷത്തിൽ ഞാൻ അവരെ വിളിച്ചിട്ട് ഈ സഭകളെല്ലാം അവരെ തന്നെ തിരിച്ചേൽപ്പിച്ചു. അപ്പോൾ ഒരുവിധം ഈ പ്രവർത്തകരെ തന്നെ ഏൽപ്പിച്ചു. അവർക്ക് വിട്ടുകൊടുത്തു സ്ഥലവും കാര്യവും. എനിക്ക് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ലാതെ ഞാൻ അതിന് കാരണവും ഈ എൻ്റെ ബ്രദറിലോ മരിച്ചുപോയി പെട്ടെന്ന്. പിന്നെ സ്കൂള് നടത്തുന്ന അവരുടെ ഭാര്യയും മക്കളും ഒക്കെ ഇപ്പോഴും നടത്തുന്നത്. പക്ഷേ നമ്മുടെ ഡയറക്റ്റ് ബന്ധം പോയതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല. ഈ സുവിശേഷ വേല ഇപ്പോഴും അവരുടെ സഭകളെ കുറച്ചുപേരെ ഈ പിന്നെ തോമസിൻ്റെ ഭാര്യയോടും മക്കളോടും ചേർന്ന് കുറച്ച് ചർച്ചകളുണ്ട്. കുറേ ചർച്ചകൾ മറ്റ് ഡിനോമിനേഷനൊക്കെ പോയി ചേർന്നു. അങ്ങനെ അവിടെ നമുക്കിപ്പോൾ അതിൻ്റെ മേൽ കൺട്രോളും കാര്യങ്ങളും ഒന്നുമില്ല. അവർക്ക് ഞാൻ എല്ലാം വിട്ടുകൊടുത്തു. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഞാൻ ഇവിടെ
ഈ മലങ്കര ചർച്ചിലെ ബൈബിൾ സ്കൂളിനെ ഞാൻ അനേക വർഷം സപ്പോർട്ട് ചെയ്തു. അവർക്കൊരു ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു. അതിന് സ്ഥലവും കൊടുത്തു, പിന്നെ സപ്പോർട്ടും ചെയ്തു. അവർ പിന്നെ ഈ കുന്നുമേലച്ചൻ മരിച്ചു പോകുന്ന കാലം വരെ അവരുടെ കാര്യങ്ങളിലൊക്കെ ബൈബിൾ സ്കൂളിനെ സഹായിക്കാൻ അവർക്ക് ചെറിയ സഹായം മതിയായിരുന്നു. ആ സഹായം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, ഇന്ന് അസംബ്ലി സോഡിലെ അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻ്റായിരിക്കുന്ന ഡോക്ടർ ഐസക് മാത്യു മുഖാന്തരം ഞാൻ അവിടെ ഒരു കൗൺസിലിംഗ് സെൻറ്റർ തുടങ്ങി തൊടുപുഴ. അത് പുള്ളി അതിൻ്റെ ഡയറക്ടറായി സരാമ്പൂരിൻ്റെ ഡിഗ്രി കൊടുക്കാൻ പുള്ളിയും വളരെ പ്രാപ്തന്മാരായവരെ അന്ന് തൊട്ട് അത് കൊടുക്കുന്നുണ്ട്. അത് ഇന്ന് വരെ നടത്തുന്നുണ്ട്. അദ്ദേഹം തിരിച്ച് അസംബ്ലി സോഡിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ഞാനത് ഈ കുമ്പനാട് കൊണ്ടുവരാൻ ശ്രമിച്ചു. കുമ്പനാട് ഒരു വർഷം നടത്തി അവിടുത്തെ പൊളിറ്റിക്സും കൊണ്ട് പുറത്തു പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ്, കാരണം സരാമ്പൂരിൻ്റെ ഒരു ഡിഗ്രി ആണല്ലോ, അത് പഠിക്കുന്നവർക്ക് ചാപ്ലൈനാകാം, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഓർത്തു IPCക്ക് ഒരു കാര്യം ഇരിക്കട്ടെ, ഞാനതിൻ്റെ ചിലവെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ രണ്ട് കൂട്ടരുടെ പൊളിറ്റിക്സ് കൊണ്ട് അവിടുന്ന് ഒരു കൂട്ടർ വെള്ളം അടയ്ക്കും, ഒരാൾ വെള്ളം തുറക്കും. അങ്ങനെ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ കുറ്റപ്പുഴയിലൊരു 2-3 ബിൽഡിംഗ് എടുത്ത് അവിടെയും 2 വർഷം നടത്തി. അത് കഴിഞ്ഞിട്ട് അതിപ്പം കായംകുളത്ത് സിനോജ നടത്തുന്നത്. സിനോജിന് ഞാൻ വലിയ സഹായമൊന്നും ഇപ്പം ചെയ്യുന്നില്ല. പലരും പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് സഹായമൊക്കെ കൊടുക്കുന്നില്ല. പുള്ളിക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷനും ബുക്സും എല്ലാം പുള്ളിക്കാണ് പുള്ളിയായി ഇപ്പം നടത്തുന്നത്. പുള്ളി തന്നെയാണ് നടത്തുന്നത്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അതാണ് ആ സൈഡിൽ. അതുകൂടാതെ ഞാനും നമ്മുടെ ഹൂസ്റ്റണിൽ തന്നെയുള്ള പാസ്റ്റർ എബ്രാഹിം ചാക്കോവും കൂടെ ചേർന്ന് മോൻസി പാസ്റ്റർ പുള്ളിയും കൂടെ ചേർന്ന് ഞങ്ങൾ രണ്ടും പാർട്ട്ണർഷിപ്പിൽ 10 ഏക്കർ സ്ഥലം വാങ്ങി ഇവിടെ ഒരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. CBSEയുടെ ആ സ്കൂള് നടക്കുന്നുണ്ട്. അതിനകത്ത് യാതൊരു ഇൻകവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ അനേകരെ സ്കോളർഷിപ്പിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് വരെ ഒരു പൈസ പോലും ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ഇൻകവും കിട്ടിയിട്ടില്ല. അത് നടക്കുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. എനിക്കൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊരു സാധാരണക്കാരൻ ആവറേജ് കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് അതിനുള്ള സാഹചര്യമൊന്നും ഇത്രയും മക്കളുള്ളപ്പോൾ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തു നമ്മുടെ കഴിവനുസരിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പുള്ളി അതിനും മുന്നിൽ വന്നത് എബ്രാഹിം ചാക്കോയാണ്. പുള്ളിയുടെ വിഷനാണ്. ഞാനതിനെ സപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ. ഇപ്പോഴും ആ സ്കൂൾ നടക്കുന്നുണ്ട്. പുള്ളിയുടെ ബ്രദറാണ് അത് നടത്തുന്നത്. ആദായമില്ലെങ്കിലും 15 റൺ ചെയ്തു പോകുന്നുണ്ട്. നാട്ടുകാർക്ക് ഗുണം വരട്ടെ എന്നുള്ളൊരു ചിന്തയിലാണ് ഇതുവരെ അത് പോകുന്നത്. ഇനിയിപ്പോൾ എനിക്ക് പ്രായമായി, എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് പിന്നാലെ ചിന്തിക്കാം. അപ്പം ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യം ചെയ്യുവാൻ ഒരു സാധാരണക്കാരനെ കൊണ്ട് ദൈവം സഹായിച്ചു. ഞാനിരുന്ന സഭകളിലൊക്കെ ആ സഭയൊക്കെ എൻ്റേതായ ദൈവം തന്ന വിഷൻ അനുസരിച്ച് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഹെബ്രോനിലെ ഇപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും മഹിമയുള്ള സഭയെന്ന് അവകാശപ്പെടുന്ന സഭയിൽ ആ സ്ഥലം വാങ്ങിയതിന് ഞാൻ ഏറ്റ പങ്കപ്പാടുകൾ വളരെയാണ്. ഇപ്പോൾ അവർ അത് പറയത്തില്ല. പക്ഷേ അന്ന് എല്ലാവരും എതിരായിരുന്നു. ആ പ്രോപ്പർട്ടി വാങ്ങാൻ സെക്രട്ടറി പോലും സൈൻ ചെയ്യാൻ വന്നിട്ടില്ല. ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ യൗവനക്കാർക്ക് അഭിമാനം കൊള്ളാവുന്ന ഒരു 10 ഏക്കർ സ്ഥലം വളരെ എതിരുള്ളപ്പോഴാണ് ഞാനത് വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ പരിണതഫലവും അതിന് മുഖാന്തരം ഉണ്ടായ പ്രതിസന്ധിയുടെ കാരണത്താലാണ് ഞാൻ രാജിവെച്ച് പുറത്തു വരേണ്ടി വന്നത്. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി, നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് വേണ്ടി നിന്നാൽ ബുദ്ധി നൽകും. എനിക്ക് എൻസെഫലൈറ്റിസ് വന്നു, സെല്ലിന് ക്യാൻസർ വന്നു. ഞങ്ങൾ രണ്ടും ഇന്നും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ദൈവം ആരോഗ്യം നൽകും, പണം നൽകും. പണത്തിന് യാതൊരു വക്രതയും കാണിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് തന്നാൽ അതിന് കണക്കില്ല. അത് എവിടുന്ന് കിട്ടുമെന്നറിയണ്ട, ആര് തരുമെന്നറിയണ്ട, നമ്മളൊരു സൂത്രപ്പണിയും ചെയ്യേണ്ട എന്ന് ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, റേച്ചലും ഡെബിയും. നമുക്ക് നമ്മൾ നേരെ മാർഗത്തിൽ നടക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് എതിരുകളുണ്ടാകും. കാരണം മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ പറ്റുകയില്ല. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, ഇന്നും ഒരുപാട് അർത്ഥമുണ്ട്. പണ്ട് മനുഷ്യനെ പ്രസാദിപ്പിച്ചിരുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ് ഞാൻ പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയാ, ഇന്നും ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ കർത്താവിൻ്റെ ദാസനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ കർത്താവിൻ്റെ ദാസനായിരിക്കാൻ നമുക്ക് ആരെയും പ്രസാദിപ്പിക്കാൻ പറ്റുകയില്ല. ലീഡർഷിപ്പിനെ പ്രസാദിപ്പിക്കാൻ പറ്റുകയില്ല. സഭയിലെ നമുക്കറിയാമല്ലോ, ഓപ്പോസിഷൻ പാർട്ടിയുണ്ട് എല്ലാ സഭയിലും. സാധാരണ ഈ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് പാസ്റ്ററെയും മിനിസ്ട്രിയെയും സഹായിക്കാനാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അവർ വിചാരിക്കുന്നത് പാസ്റ്ററെ കൺട്രോളിൽ നിർത്താൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്താണ് അവർ വിചാരിക്കുന്നത്. എന്നിട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കും. പല പാസ്റ്റർമാർക്കും ബുദ്ധിമുട്ടാണ്.
നേരെ നടക്കുവാൻ ഇന്ന് ഈ സഭയിലെ ആ വിരുദ്ധന്മാർ സമ്മതിക്കയില്ല. അവരോട് എതിരിട്ടാൽ പിന്നെ നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഏഷ്യയിലുള്ളവരെല്ലാം എന്നെ കൈവിട്ടു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദേമസ് എന്നെ വിട്ട് പോയി ലോകത്തെ സ്നേഹിച്ച്. അതുമാത്രമല്ല, ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവൻ നിനക്കും ചെയ്യും. പിന്നെ പറയാ, എല്ലാവരും ഒന്നാം പ്രതിവാദത്തിൽ റോമിലും കൈവിട്ടു. ആരാ? ഇത്ര ശക്തനായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട് ഇത്രയും ലേഖനം എഴുതി ഇത്രയും സഞ്ചരിച്ച് ക്രൈസ്തവ സഭയ്ക്ക് അടിത്തറയിട്ട മനുഷ്യൻ പറയുകയാണ്, ഏഷ്യക്കാർ, അത് തൻ്റെ നാട്ടുകാർ തന്നെ കൈവിട്ടു. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദേമസ് ഇതൊരു കഷ്ടത്തിൻ്റെ മാർഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ സ്നേഹിച്ചു പോയി. തൻ്റെ കൂടെ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ചെമ്പുപണിക്കാരൻ ദോഷമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഒന്നാം പ്രതിവാദത്തിൽ ആരും കൂട്ടുനിന്നില്ല. ഇതാണൊരു ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നവൻ്റെ സ്ഥിതിവിശേഷമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അന്നും ഇന്നും ഒക്കെ ഒരുപോലാണ്. എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയില്ല. താൻ പറയാണ്, കർത്താവോ എനിക്ക് തുണ നിന്നു, എൻ്റെ ശുശ്രൂഷ തേപ്പാൻ അവൻ എന്നെ സഹായിച്ചു, സിംഹത്തിൻ്റെ വായിൽ നിന്നു എന്നെ വിടുവിച്ചു, ദുഷ്ട പ്രവൃത്തിയിൽ നിന്ന് അവൻ എന്നെ വിടുവിക്കും മാത്രമല്ല ദൈവരാജ്യത്തിലേക്ക് എനിക്ക് പ്രവേശനം തരുന്നു. അത് പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പേ പറയുകയാണ്, എനിക്ക് മാത്രമല്ല ക്രിസ്തുവിൻ്റെ വരവിൽ പ്രത്യാശ വെച്ച ഏവർക്കും തന്നെ. ഇതാണ് ഒരു വിശ്വാസിയെ ധൈര്യപ്പെടുത്തുന്ന സംഗതി. എല്ലാവരും കൈവിടും, കൂട്ടുകാർ കൈവിടും, നാട്ടുകാർ കൈവിടും. പക്ഷേ ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ നമ്മുടെ മിനിസ്ട്രി അവൻ ശരിയാക്കി തരും. നമ്മെ വിളിച്ചത് ദൈവമാണ്. ദൈവം നമുക്ക് തരുന്ന പേരെന്താണെന്നറിയോ? ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവൻ, ദൈവമർമ്മങ്ങളുടെ കാര്യവിചാരകൻ, നല്ല ശുശ്രൂഷകനായി ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. അപ്പോൾ വിളിച്ച ദൈവം ആരാണ്? അവൻ വിശ്വസ്തനാണ്. അവൻ വിശ്വസ്തനായതുപോലെ നാമും വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം, വിശ്വസ്തനെന്ന് എണ്ണി എനിക്ക് ശുശ്രൂഷ നൽകി എന്നാണ്. അങ്ങനെയുള്ള ശുശ്രൂഷകൻ പ്രബോധത്തിലും പ്രസംഗത്തിലും പ്രാധാന്യം കൊടുത്താൽ അവനെയാണ് ഇരട്ട മാനത്തിന് യോഗ്യനെന്ന് സഭ കണക്കാക്കേണ്ടത്. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് സ്വാധീനവും പണവും നമ്മൾ പൊളിറ്റിക്സ് കളിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ സ്ഥാനവും മാനവും മഹത്വവും. നമ്മൾ മുമ്പേ ഈ കാര്യം കൈകാര്യം ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ആര് കൈവിട്ടാലും ദൈവത്തെ ഭയപ്പെട്ടാൽ ഒരുത്തനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവർക്കൊന്നും നമ്മളെ ചെയ്യാൻ പറ്റുകയില്ല. കാരണം പിശാച് പറയുന്നത് നോക്കിക്കേ, യോബിനെ നോക്കിയിട്ട് അവനുള്ളതിനും വേലി കിട്ടി. പക്ഷേ നമുക്ക് ഒരുപാട് കഷ്ടത വരും, ബുദ്ധിമുട്ട് വരും, പ്രതിസന്ധി വരും, നമ്മുടെ കുടുംബത്തിനെതിരെ അറ്റാക്ക് വരും, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും പിശാച് കൊണ്ടുവന്നു വരും. പക്ഷേ അവിടെ ഒന്നും നാം തകർന്നു പോകാതെ ദൈവം നമ്മെ പരിപാലിക്കാൻ കഴിയുന്ന ഒരു മഹാദൈവം. ആ ദൈവത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? ആർക്കും കാണാത്തവനും കാണാൻ കഴിയാത്തവനും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം തേജസ്സിൽ വസിക്കുന്ന ദൈവമെന്നാണ് തിമോഥെയോസിൽ പറഞ്ഞിരിക്കുന്നത്. ആ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഭോഷ്ക് പറയാത്ത ദൈവം. ആ ദൈവം ആരാണ്? ആ ദൈവം മഹാദൈവമെന്നാണ് തീത്തോസിൻ്റെ ലേഖനം 2:13 പറഞ്ഞു. മഹാദൈവം. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടെന്ന് എൻ്റെ ജീവിതം, എനിക്ക് കർത്താവ് എന്നെ സഹായിച്ച മാർഗം ഓർക്കുമ്പോൾ എനിക്ക് പറവാൻ കഴിയും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ 2-3 കാര്യം നമ്മൾ ചിന്തിക്കണം. ഒന്ന്, നാം ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ദൈവത്തിന് കൊള്ളാവുന്ന വേലക്കാരനായി നിൽക്കാൻ ശ്രമിക്കാം. നീ നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിക്കാം, എന്നാൽ നീയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരും രക്ഷ പ്രാപിക്കും. അപ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്ന ഒന്നും സംഭവിക്കരുത്. ദൈവം നമ്മളെ അപ്രൂവ് ചെയ്യണം. അതിനൊറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നത് തന്നെത്താൻ വെടിപ്പാക്കുന്ന മാന്യപാത്രത്തെയാണ്. അങ്ങനെയാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ദൈവസന്നിധാനത്തിൽ ദൈവോജനത്തിൽ നിന്ന് പഠിക്കാൻ ഞാൻ എംഫസൈസ് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ദൈവത്തെ മാനിച്ചാൽ കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസവും പ്രതിസന്ധിയും ആൾക്കാരൊക്കെ നമ്മെ വിട്ടുപോകും. പക്ഷെ ദൈവം നമ്മെ ഒരിക്കലും വിട്ടുപോകുകയില്ല. ദൈവം നമ്മെ അനാഥരായി വിടുകയില്ല. അത് പണമാണെങ്കിൽ പണം തരും, ജ്ഞാനം വേണമെങ്കിൽ ദൈവം ജ്ഞാനം നൽകും, ദൈവം നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കും,
നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ ദൈവം അനുവദിക്കയില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു നോക്കിക്കേ എന്താ ചെയ്തതെന്ന് അതുകൂടെ പറഞ്ഞ് നിർത്താം. യേശു ഗത്സമനയിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് ഒലുമലയ്ക്ക് പോയി അവിടെ നിൽക്കുമ്പോഴാണ് പിടിക്കാൻ വരുന്നത്, ആ ചരിവിൽ വെച്ച്. അപ്പോഴേ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? നസറേനായ യേശുവിനെ. എങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. നോക്കൂ, അതാണ് നമ്മുടെ കർത്താവിൻ്റെ അവസാനത്തെ വാക്കുകളിൽ ഒരെണ്ണം. ഇവരെ നിങ്ങൾ ശല്യം ചെയ്യാതെ വിടെ. ഇന്നും കർത്താവ് അതാ ചെയ്യുന്നത്. കർത്താവിനാണ് അപമാനം വരുന്നത്, കർത്താവിനെയാണ് പിടിച്ചു കെട്ടുന്നത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കണം, കർത്താവ് മറ്റുള്ളവരെ വിടിവിച്ചിട്ടാണ് താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ആ കർത്താവ് എത്ര വിശ്വസ്തനാണ്, എത്ര നല്ലവനാണ്, എത്ര ശക്തനാണ്. ആ കർത്താവ് ക്രൂശിൽ കിടന്നപ്പോൾ പോലും ഒരുത്തൻ പറയാ, നീ വരുന്ന കാലത്ത് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോൾ നോ, നീ അതുവരെ വെയിറ്റ് ചെയ്യണ്ട, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിരിക്കും. അത്ര മഹാമനസ്സുള്ള ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ആ ദൈവത്തെ നാം വിശ്വസ്തയോട് പിന്മാറി ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി അവൻ അപ്രൂവ് ചെയ്ത് അവൻ ഉപയോഗിക്കുവാൻ മാനപാത്രമായി ജീവിച്ചാൽ നമ്മുടെ ജീവിതം അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പുറമോട്ട് നോക്കി നമുക്ക് പറയാൻ കഴിയും, ഞാൻ നന്നായിട്ടാണ് പൊരുതിയത്, ഞാൻ നന്നായിട്ട് ഓടി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ വേല എന്തല്ല, അത് വ്യർത്ഥമായി പോകുകയില്ല. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ റിസറക്ഷനെക്കുറിച്ച് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയമുണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത്, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാകുവീൻ. അതുകൊണ്ട് നമ്മളിതൊന്നും കണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്താൽ വിളിക്കപ്പെട്ടവനെ അതാണ് ലക്ഷ്യം. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അത് അവൻ്റെ വേലയ്ക്ക് നാം ചെയ്യുന്ന പ്രയത്നങ്ങൾ വ്യർത്ഥമല്ല. നമ്മൾ ഉറപ്പും കുലുങ്ങാത്തവരുമായി നിന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ അവനിൽ പ്രിയം വെച്ച, അവൻ്റെ വരവിൽ പ്രിയം വെച്ച എല്ലാവർക്കും ഈ അനുഭവം അനുഭവിക്കുവാൻ കഴിയും. അതാണ് എനിക്ക് പാസ്റ്റർ സാംകുട്ടിയോട് പറയാനുള്ളത്. ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ വന്ദനം. പാസ്റ്റർ കെ.സി. ചാക്കോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിത ദർശനം നമ്മളോട് പങ്കിട്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ആ അടിത്തറയിൽ നിൽക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനങ്ങളുടെ തെളിമയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയും ദൈവഹിതം തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. പാസ്റ്റർ കെ.സി. ചാക്കോയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.